കാസർഗോഡ് നയിക്കുന്ന ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് കാസർഗോഡ്. ഉമേഷ് കെ ആർ സബ് ഇൻസ്പെക്ടർ പോലീസ്, മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ നയിക്കുന്ന ലോക്കൽ പോലീസ്. ശ്രീമതി അജിത കെ സബ് ഇൻസ്പെക്ടർ പോലീസ്, വനിതാ പോലീസ് സ്റ്റേഷൻ കാസർഗോഡ് നയിക്കുന്ന വിമൻ പോലീസ്. കുമാരി ശിവാനി യൂതി നയിക്കുന്ന ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ കാഞ്ഞങ്ങാട്. അഭ്യുന്നതിക്ക് വേണ്ടി സ്വാതന്ത്ര്യ സമര സേനാനികൾ ധീരമായി രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നപ്പോൾ നമുക്ക് മനോഹരമായ അതിശക്തമായ സുദൃഢമായ ഒരു ഭരണഘടന പ്രദാനം ചെയ്തു. ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിലെ വൈവിധ്യങ്ങളെ, വിവിധ ഭാഷകളെ, വിവിധ സംസ്കാരങ്ങളെ ഒരുമിച്ച് ഒരു മുത്തുമാലയിൽ എന്നതുപോലെ കോർത്ത് നമ്മുടെ ധീരരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ നേതാക്കളും നമുക്ക് നൽകി. കഴിഞ്ഞ 75 വർഷമായി നമ്മളിതിന്റെ അടിമത്തത്തിൽ നിന്ന് മോചനം നേടിയ നമ്മൾ 200 വർഷത്തിലധികം ഉണ്ടായിരുന്ന അടിമത്തത്തിൽ നിന്ന് മോചനം നേടിയ നമ്മൾ ഒരുപടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. ഇനിയും മുഖദൂരെ നമുക്ക് മുന്നോട്ട് പോകുന്നതാണ്. ആ യാത്രയിൽ നമ്മൾ ഏറ്റവും മുന്നോട്ട് ഉയർത്തിപ്പിടിക്കേണ്ടത് ആദിവാസികളടക്കമുള്ള ദളിത് വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിൽ എല്ലാവരും ഒരുപോലെ പരിശ്രമിക്കേണ്ടിയിരിക്കുകയാണ്. ഇന്നും നമ്മുടെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളുണ്ട്. അവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാമെന്നുള്ളത് ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ചുമതലയായി നമ്മൾ ഏറ്റെടുക്കണം. ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ അവരെയെല്ലാം സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നതുപോലെ ലോകത്തെ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് രാജ്യമായി ഇന്ത്യ മാറണം. ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു അടക്കമുള്ള മഹാന്മാർ ചിന്തിച്ച ഒരു സോഷ്യലിസം, വലിപ്പ ചെറുപ്പമില്ലാതെ, പണക്കാരെന്നോ പാവപ്പെട്ടതെന്നോ വ്യത്യാസമില്ലാതെ, ജാതിമത ഭേദമില്ലാതെ ഒരുമിച്ച് ഭാരതീയർ മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഇനിയും നമ്മൾ വൈകിക്കാൻ പാടില്ല. നമ്മൾ മുഖനൂരിൽ മുന്നോട്ട് പോകണം. അത് പിന്നാക്കം നിൽക്കുന്നവരെയെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് രാജ്യത്തിന്റെ വികസന കാര്യങ്ങളില്ല. നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് കുതിക്കുകയാണ്, സംശയമില്ല. അതിന്റെ കാരണം നമ്മുടെ അഖണ്ഡതയാണ്. നമ്മുടെ അഖണ്ഡതയെ നിലനിർത്തുന്ന പ്രധാന മൂല്യം എന്ന് പറയുന്ന ഭരണഘടനയുടെ അടിത്തറയായി നമുക്കറിയാവുന്ന മതേതരത്വമാണ്. എല്ലാവർക്കും പ്രാർത്ഥിക്കാനും ജീവിക്കാനും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും അവകാശം നൽകുന്ന മനോഹരമായ ഭരണഘടന. മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റു, മഹാനായ ബി ആർ അംബേദ്കറും സർദാർ വല്ലഭായി പട്ടേലും എല്ലാം ചേർന്നുകൊണ്ട് ഇന്ന് കാണുന്ന ഭാരതത്തെ, ഇന്ന് കാണുന്ന മനോഹരമായ ഇന്ത്യ എന്ന രാജ്യത്തെ ഒത്തുചേർന്ന് കൊണ്ടുവന്ന ഒരു ദിനമാണ് നമ്മുടെ ആ ഒരു ഭാഗ്യം. അവർ നമുക്ക് നൽകിയ ആ ഭാഗ്യം അത് നിലനിർത്തി മുന്നോട്ട് പോകേണ്ടത് ഓരോ പൗരന്റെയും ചുമതലയാണ്. നമുക്ക് ഒരുമിച്ച് നിൽക്കുകയും ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി മുന്നോട്ട് പോവുകയും ചെയ്യും. മതേതരത്വ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിക്കുന്നവരാണ് അയൽ സംസ്ഥാനങ്ങളുമായി പരസ്പരം സ്നേഹം ബന്ധം വെച്ച് പുലർത്തുക. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഒരു രാജ്യത്തിന്റെ ഭാഗമാണ് എന്ന ചിന്തയോടുകൂടി നമ്മൾ ഒന്നിച്ചു നിൽക്കുകയും മറ്റു തരത്തിലുള്ള ചിന്തകളിൽ നമ്മൾ വിട്ടുനിന്ന്
രാജ്യം ഇന്ത്യ എന്ന മഹാരാജ്യം ഒന്നാണ്. അവിടെ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന, വിവിധ സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അവരെല്ലാം സഹോദരങ്ങളാണ്, സുഹൃത്തുക്കളാണ് എന്ന ചിന്തയോടെ നമ്മൾ മുന്നോട്ട് പോകും. നമ്മുടെ രാജ്യം ഇപ്പോഴും വൈദേശികമായ ചില തീവ്രവാദങ്ങൾ, ഇന്ത്യക്ക് അകത്തും തീവ്രവാദ പ്രവർത്തനങ്ങളെ അഭിമുഖീകരിക്കുന്നു. നമ്മുടെ സേനകൾ, നമ്മുടെ ഇന്ത്യൻ സൈന്യമാണെങ്കിലും ശരി, നമ്മുടെ പോലീസ് സേനകളാണെങ്കിലും ശരി, അവർ വലിയ ഒരു പ്രതിസന്ധിയെ നേരിടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. തീവ്രവാദികൾ ഭാരതത്തിനകത്ത് നിന്നും പുറത്തു നിന്നും ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ നേരിടാൻ നമ്മൾ ഒറ്റ മനസ്സോടെ നിൽക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ചുമതല കൂടിയാണ് നമ്മുടെ രാജ്യത്തിനെ അസ്ഥിരപ്പെടുത്തുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ സ്വൈരദീപത്തെ അസ്ഥിരപ്പെടുത്തുന്ന യാതൊരു കാര്യങ്ങൾക്കും നമ്മൾ ഉണ്ടാകുകയില്ല എന്ന പ്രതിജ്ഞയോടെ നമ്മൾ മുന്നോട്ട് പോകും. അത്തരം കാര്യങ്ങളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. ജാതിയും മതവും അക്രമവും തീവ്രവാദമുള്ള രാജ്യങ്ങൾ എന്നും യുദ്ധത്തിന്റെ മുകളിൽ ജീവിക്കുന്ന രാജ്യങ്ങൾ എന്നും ദാരിദ്ര്യത്തിലേക്കാണ് മനുഷ്യരെ കൂടുതൽ കൊണ്ടുവരുന്നത്.